ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഡൽഹിയിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ലജ്പത് നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ ക്ലോത്തിൻ്റെയൊക്കെ ഹോൾസെയിൽ ഏരിയ ആണ്. നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗത്തോട്ട് ഇപ്പം വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ചെറിയ ഗല്ലികളിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഇങ്ങനെ അടുപ്പിച്ച് ഇവിടെയൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ബോംബെയിലെ ചില ഗല്ലികളിലൊക്കെ വന്ന അതേ സെയിം ഒരു സ്റ്റൈലാണ്. പഴയ ബിൽഡിങ്, ഇവിടെയൊക്കെ താമസക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഡൽഹിയിൽ ആണ് ഈ ലാജ്പത് നഗർ. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആൻഡ് ടൗണാണിത്. ഇഷ്ടംപോലെ ഇതുപോലെ വഴിയിൽ വെച്ച് വിൽക്കുന്ന ഈ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഇഷ്ടംപോലെ ഇവിടെ കാണാം. ഭയങ്കരം തിരക്കെന്ന് പറഞ്ഞാൽ ടൂ വീലറെ കൊണ്ടും ഓട്ടോറിക്ഷ കൊണ്ടും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കാണ് ഈ ഏരിയയിൽ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് ചില ബഹളം കുറവ്. നമ്മൾ 2 ദിവസമാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറും. നമ്മളിവിടുന്ന് നേരെ ഇപ്പം ജസ്റ്റ് ഒന്ന് ഡൽഹി കറങ്ങാൻ പോവാണ്. ലാജ്പത് നഗറിൽ നിന്ന് പോവാണ്. ഒരു കടയിൽ വന്നു ലഞ്ച് കഴിക്കാൻ ഡൽഹിയിൽ. നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്, തിരക്കാണ് അകത്ത്. നമ്മൾ അവിടുന്ന് സാമ്പാർ പോട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഊബർ പിന്നെ എടുത്ത് ഇങ്ങനെ ഡൽഹിയിൽ കൂടെ ഇങ്ങനെ കറങ്ങുകയാണ്. അത്യാവശ്യം നല്ല ചൂടാണ് ഡൽഹിയിൽ ഇപ്പോൾ നമ്മൾ അനുഭവപ്പെടുന്നത്. നമ്മളിപ്പം ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം 4, 5 ഇല്ല 10 ദിവസത്തേക്കാണ് ഡൽഹി വരുന്നതെങ്കിൽ നമുക്ക് ഡൽഹി മൊത്തം ഈ ഊബർ എടുത്ത് ഇങ്ങനെ കറങ്ങാൻ. കാര്യം ഊബർ എന്ന് പറയുന്നത് ഒരു വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യാത്രയല്ല. ഊബറിൽ നമുക്ക് സുഖമായിട്ട് കറങ്ങാൻ പറ്റും. വളരെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ഊബർ. ഇപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റിൽ കാണുന്നത് ഇവിടുത്തെ വേൾഡ് ട്രേഡ് സെൻ്ററാണ്. ഞാൻ ആദ്യം ഈ ബിൽഡിംഗ് കണ്ടപ്പോഴത്തേക്ക് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ മറ്റുള്ള രാജ്യങ്ങളിലെ വേൾഡ് ട്രേഡ് സെൻറ്ററും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ചെറുതാണല്ലോ എന്ന് ഇങ്ങനെ ആദ്യം ഒന്ന് ആലോചിച്ചു പെട്ടെന്ന് കണ്ടപ്പം. പക്ഷെ പിന്നെ മുന്നോട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ കാണുന്ന എല്ലാം വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഭാഗമാണ്. ഇനി അങ്ങോട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കംപ്ലീറ്റ് ആ കോമ്പൗണ്ട് മുന്നോട്ട് പോകുന്ന മുഴുവൻ വേൾഡ് ട്രേഡ് സെൻറ്ററാണ്. ഈ കാണുന്ന എല്ലാം വേൾഡ് ട്രേഡ് സെൻറ്ററാണ്. ലെഫ്റ്റിൽ കാണുന്ന കംപ്ലീറ്റ് ഭാഗങ്ങൾ വേൾഡ് ട്രേഡ് സെൻറ്ററാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ഇതെല്ലാം പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പുതിയ ബിൽഡിങ്സുകളാണ്. ഏതാണ്ട് നമുക്ക് വേണേൽ പറയാം ഒരു 1 കിലോമീറ്റർ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ തന്നെ ബിൽഡിങ്ങുകളാണ് കംപ്ലീറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ലോകോത്തര നിലവാരത്തിലുള്ള വേൾഡ് ട്രേഡ് സെൻറ്റർ തന്നെയാണെന്ന് നമുക്ക് കണ്ടാലേ അറിയാം. ഡൽഹിയിൽ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. ഇതും ഒരു പുതിയ ബിൽഡിങ്ങാണ്. ഇതെന്താ ഹോസ്പിറ്റൽ വല്ലതും ആണോ? ഇതൊരു ഹോട്ടലാണ്, ഗ്രാൻഡ് ഹയത്താന്ന് തോന്നുന്നു. അത് രാജ്യ തലസ്ഥാനം എന്നുള്ള രീതിയിൽ ഇതിനെ കുറേം കൂടെ മോഡിഫൈ ചെയ്യാനുണ്ട്, കുറേം കൂടെ ഓർഗനൈസ് ചെയ്യാനുണ്ടെന്നുള്ളത് നമ്മൾ ഓരോ സിറ്റികളും കവർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും കുറേം കൂടെ ഓർഗനൈസ് ചെയ്ത് നല്ല നൈസാക്കാനുണ്ട് ഇവിടെ. അതിന് പബ്ലിക്കിൻ്റെയും കൂടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഏത് സർക്കാർ വന്നാലും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. കാണുന്ന ഒരു ഡൽഹി കർണാടക സംഘ എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിങ്, കർണാടകത്തിൻ്റെ എന്തോ സംഭവമാണ്. മന്ത്രാലയം, രാഘവേന്ദ്ര സ്വാമി മഠ്. ഇത് പോലീസ് ബ്യൂറോയുടെ എന്തോ സംഭവങ്ങളൊക്കെയാണ്.
വലിയൊരു കോമ്പൗണ്ടായത്. നമ്മളിപ്പം ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ അടുത്തൊരു ഊബർ പിടിച്ചിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് എയർപോർട്ടിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെ എന്തോ ഒരു പരമശിവൻ്റെ ഒക്കെ ഒരു പ്രതിമ കണ്ടു വഴിയിൽ. കാവടി നാളെ മറ്റന്നാളായിട്ടൊക്കെയാണ് അതിൻ്റെ മെയിൻ. അത് 23-ാം തീയതി ആണ് ഇതിൻ്റെ ഫൈനൽ ഡേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് എല്ലായിടത്തും ഇതുപോലെ ടെൻ്റ് അടിച്ചിട്ട് ഓരോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടലാണ്. അത്യാവശ്യം വലുതുള്ള വലിയ ഹോട്ടലാണ്. ഈ അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ കിടപ്പുണ്ട്. ഇത് എയർപോർട്ടിന് അടുത്തുള്ള ഒരു ഹോട്ടലാണ്. വളരെ പഴയൊരു പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. റാഡിസൺ ബ്ലൂ പ്ലാസ പോയിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ട്, ഡൽഹി എയർപോർട്ടിൻ്റെ ആ ഒരു റീജിയനിൽ കൂടെ പോകുന്നത്. ഈ ഹൈവേ ദ്വാരക എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഹൈവേ ദ്വാരക എക്സ്പ്രസ് ഹൈവേ ആണ് ഈ കാണുന്നത്. ബെലാമോണ്ടെ ഹോട്ടൽ. ഈ സിറ്റിയുടെ ആ ഒരു ഔട്ടർ സ്കേർട്ടിലൊക്കെ ഇതുപോലത്തെ ഒത്തിരി കൃഷിപ്പാടങ്ങൾ പോലത്തെ സംഭവങ്ങളൊക്കെ കാണാം. ഫാം ഹൗസുകൾ. ഇതും ഒരു ഹോട്ടലാണ്, നികുഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാവടി എടുത്തിരിക്കുന്നത് ഗംഗാജലം എടുത്തുകൊണ്ട് നടക്കുവാണ് ഇവർ. എന്നിട്ട് അവരവരുടെ അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് അത് അർപ്പിക്കും. ആൾക്കാരാണ് ഇവിടെ മുഴുവൻ. ഇതിവിടുത്തെ വൺ ഓഫ് ദ ഭയങ്കര വലിയൊരു പരിപാടിയാണ്. അങ്ങനെ റോയൽ സ്ട്രീറ്റ് കാർസിൻ്റെ അവരുടെ ഒരു ഷോറൂമിലെത്തി. നമുക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നപ്പോഴത്തേക്കും വിചാരിച്ച് ചുമ്മാ നമുക്ക് കുറച്ച് കാറുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന്. അങ്ങനെ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി നോക്കിയാണ് റോയൽ സ്ട്രീറ്റ് കാറിൽ. ഇവിടെയൊക്കെ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി വണ്ടി എടുത്തില്ല എങ്കിൽ നമുക്ക് പണി കിട്ടും. അതുപോലെ തന്നെ ഇവരുടെ വാറൻറ്റിയും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഷോറൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കി നമ്മൾ കൊണ്ടുപോയി ഡീല് കഴിഞ്ഞാൽ പിന്നെ വാറൻറ്റിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും നമുക്ക് അറിയാവുന്ന ആൾക്കാർക്കൊന്നും മാത്രമേ നമുക്ക് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പറ്റൂ എന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ പ്രോപ്പറായ രീതിയിൽ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് നമുക്ക് എടുത്തിട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഓടി വന്ന് പൈസ ലാഭം നോക്കിയിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെടും എന്നുള്ളതും ഒരു സത്യമാണ്. അതുകൊണ്ട് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ കുറേ സ്റ്റഡി ചെയ്ത് കറക്റ്റായ അറിയാവുന്നവരെ കൊണ്ട് തന്നെ വണ്ടി എടുപ്പിക്കണം. അതിനുള്ള ആ ഒരു ഇതിലായിരിക്കണം വണ്ടി ഇഷ്ടപ്പെടുന്നവർ വരേണ്ടത്. നമ്മൾ കാണുന്ന ഈ ഗംഗാജലം വഹിച്ചുകൊണ്ടുള്ള ആൾക്കാരുടെ നടപ്പ് തുടരുകയാണ് ഡൽഹി വീതികളിൽ. ഇവിടെ എല്ലാം വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് വന്നു. നമ്മൾ കുറച്ച് നേരെ അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്നിട്ട് തിരിച്ച് അയ്യപ്പ ടെമ്പിളിലോട്ട് പോവാണ്. വന്നിട്ട് എയർപോർട്ട് ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഫ്രണ്ടിൽ ഈ കാണുന്ന ഒക്കെ എയറോ സിറ്റിയുടെ ഭാഗമാണ്. ഇവിടെ എല്ലാം വലിയ വലിയ പ്രോജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഡൽഹിയിൽ. ഈവനിങ് നമ്മളങ്ങനെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. മഹാബലി എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഒരു മലയാളി റെസ്റ്റോറൻറ്റാണ്. അവിടെ നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കുന്നു. അങ്ങനെ ഡിന്നറെല്ലാം കഴിച്ച് DLF മോളിൽ നിന്ന് ആ മഹാബലി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇറങ്ങി. ഇത് തനിഷ്കിൻ്റെ ഒരു ഡയമണ്ട് ഷോപ്പായി കാണുന്നത്. ഇവിടെ നോർത്ത് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ വന്നാൽ ടാറ്റയുടെ ഈ ഒരു തനിഷ്ക് ഒത്തിരി ഭാഗങ്ങളിൽ കാണാം. വളരെ നൈസായിട്ടുള്ള ഒരു ഡെക്കോറും പ്രസൻറ്റേഷനും ഒക്കെയാണ് ഇവിടുത്തെ ഓരോ മോളിലെ ഓരോ ഷോപ്പുകളും. കൊള്ളാം.
എൻ്റെ എൻട്രൻസ് ഏരിയ ആണ്. സെയിം ആസ് എല്ലായിടത്തേയും പോലെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്തോട്ടാണ് കയറുന്നത്. നല്ല രസമുള്ളൊരു മോളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതും ലജ്പത് നഗറിൻ്റെ ഭാഗങ്ങൾ ആണ്. നമ്മൾ ഇനിയിപ്പം ഇന്ന് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം അവിടെ കുറേ ക്ലോത്തിങ്ങിൻ്റെ ഒക്കെ ഒത്തിരി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പം ഇറങ്ങിയിരിക്കുന്നത്. ലാജ്പത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ അവരുടെ സെൻട്രൽ മാർക്കറ്റിലാണ് വന്നത്. ജസ്റ്റ് ഈ സെൻട്രൽ മാർക്കറ്റിൽ ഒത്തിരി ഈ ക്ലോത്തും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ വന്നു. അപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്ന മൺഡേ ഇവിടെ ക്ലോസ് ആണ്. ചില കടകളൊക്കെ തുറക്കത്തുള്ളൂ, എല്ലാം മാർക്കറ്റ് തുറക്കില്ല. അത്ര ഒന്ന് ചുമ്മാ കറങ്ങി നോക്കിയിട്ട് നമുക്കങ്ങ് പോവാം. ഇവിടെ ഡൽഹിയിൽ സൺഡേ ഒരു 60% കടകളൊക്കെ തുറന്നിരിക്കും. അതുപോലെ തന്നെ മൺഡേ ഒരു 70% കടകൾ തുറന്നിരിക്കും. അപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ സൺഡേയും മൺഡേയും ഇവിടെ ഓൾ ഡൽഹിയിൽ ഇങ്ങനെ കടകൾ അടവായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു പുതിയ അറിവാണ്. ഇപ്പോൾ ഇവിടെ തന്നെ സെൻട്രൽ മാർക്കറ്റിൽ എല്ലാ കടകളും തുറക്കില്ല. ഒരു 60% കടകൾ തുറക്കും, 40% കടകൾ തുറക്കില്ല. ഇന്നെടുത്ത് 60% കടകൾ തുറന്നിരുന്നവർ ഇന്നലെ അടച്ചിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇന്ന് തുറക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് തന്നെ പോവുകയാണ്. നമ്മളിപ്പോൾ രാവിലെ ലജ്പത് നഗർ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ മയൂർ വിഹാറിലോട്ട് പോവുകയാണ്. റോഡാണ് മയൂർ വിഹാർ പോകുന്ന റൂട്ട്. അവിടെ ഒരു ഗുരുവായൂർ ടെമ്പിളുണ്ട്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത് രാവിലെ. നമ്മളിവിടെ വന്നിട്ട് 7ാം ദിവസമാണ്. നമ്മുടെ കാര്യങ്ങൾ വന്നത് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. 2 ദിവസത്തിനാവും ഇവിടുന്ന് തിരികെ പോകണമെന്നാണ് പ്ലാൻ. ഇത് യമുനയാണ്. ഓൾമോസ്റ്റ് വെള്ളം കുറവാണ് യമുനയിൽ. രാവിലെ മുതലേ ചൂടാണ്. അത്യാവശ്യം നല്ല ചൂടാണ് ഇപ്പോൾ ഡൽഹിയിൽ. ഗാസിയാബാദ് ആ റൂട്ടൊക്കെ ആയി ഇതുവഴി പോകാം. പക്ഷെ മുമ്പ് വന്നപ്പോൾ നമ്മൾ ആ കാണുന്ന ക്രൗൺ പ്ലാസയിലാണ് താമസിച്ചിരുന്നത്. മയൂർ വിഹാറിൽ ഒരാഴ്ച വന്ന് സ്റ്റേ ചെയ്തിരുന്നു ആ സമയത്ത്. ആ ഉത്തർ ഗുരുവായൂർ ടെമ്പിളിൻ്റെ ആ ഒരു സൈഡിലെത്തി. ഭയങ്കര തിരക്ക്. രാവിലെ ഇപ്പം 8 മണി. പിള്ളേരെല്ലാം സ്കൂളിൽ പോകുന്നു, എല്ലാവരും ഓഫീസിൽ പോകുന്നു. മൊത്തത്തിൽ വഴി തിരക്കാണ്. ബോർഡിൽ എഴുതിയിട്ടുണ്ട് ലെഫ്റ്റിലോട്ടൊന്ന് ഉത്തർ ഗുരുവായൂരപ്പൻ മന്ദിർ. റൈറ്റിലോട്ട് പോയാൽ ചില്ല വില്ലേജ്. ഒരു രക്ഷയില്ല ഡൽഹിയിലെ ട്രാഫിക്. ആണ് ഉത്തര ഗുരുവായൂർ ക്ഷേത്രം. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു ഇവിടെ ഡൽഹിയിൽ. അതിനുശേഷം നമ്മളിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ഹോട്ടലിന് അങ്ങോട്ട് പോവുകയാണ്. ഈ ഒരു ഭാഗത്താണ് ഈ അമ്പലം, മയൂർ വിഹാറിൻ്റെ ആ ഒരു ഏരിയയിൽ. അമ്പലത്തിന് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ തന്നെ. അതുപോലെ സദ്യാലയം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഊബർ എത്തി. ഇതാണ് അമ്പലം, ഉത്തർ ഗുരുവായൂരപ്പൻ ടെമ്പിൾ.
ഇതാണ് ഉത്തര ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനമെല്ലാം കഴിഞ്ഞ് അവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരികെ ഇപ്പോൾ ഹോട്ടലിലോട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഡൽഹിയിലെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.